Hi, my dears. I am your Divya Sajid from Divo's Happiness Hub. The way you treat yourself, like the same way the others will treat you. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെ മറ്റുള്ളവർ നിങ്ങളെ ട്രീറ്റ് ചെയ്യും. എന്താണെന്നല്ലേ, നിങ്ങളുടെ പെരുമാറ്റത്തെ, നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ അംഗീകരിക്കാതെ, സ്നേഹിക്കാതെ, നിരുത്സാഹത്തോടുകൂടി ജീവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർ നിങ്ങളെ അങ്ങനെ കാണുള്ളൂ. അപ്പം നമ്മൾ എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി എന്നെ ഇതൊന്നും ബാധിക്കില്ല, ഞാൻ ഇങ്ങനെയൊന്നും അല്ല, ഞാൻ എല്ലാത്തിൽ നിന്നും പോട്ടെ, ഞാൻ ഒഴിഞ്ഞു മാറാം, ഞാൻ ആർക്കും ഒരു ഭാരമാവില്ല എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വത്തെ തന്നെ മനസ്സിലാക്കാതെ ഒളിഞ്ഞിരുന്ന് കഴിഞ്ഞാലേ മറ്റുള്ളവർ നിങ്ങൾ അങ്ങനെ കാണുള്ളൂ. എന്തിനാ നമ്മുടെ ഉള്ളിലെ സ്നേഹത്തെ നമ്മൾ നശിപ്പിക്കുന്നതല്ലേ? അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി എന്ത് ചെയ്താലും യാതൊരു ഫലവുമില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വയത്തെ മനസ്സിലാക്കണം കേട്ടോ. നമ്മുടെ നമ്മളെ തന്നെ നമ്മൾ സ്നേഹിക്കണം. നമ്മൾ സ്നേഹിക്കാതിരുന്ന പിന്നെ ആരാ നമ്മളെ സ്നേഹിക്കുക? നമ്മുടെ ഇഷ്ടങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ മറ്റുള്ളവർക്ക് വേണ്ടി നൽകി ആർക്കൊക്കെയോ വേണ്ടി എന്തൊക്കെയോ ചെയ്ത് ഈ ഭൂമിയിൽ ജീവിച്ചു പോകും. അതാണോ നമുക്ക് വേണ്ടത്? ഒരിക്കലും അല്ല കേട്ടോ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളായിട്ട് തന്നെ നമ്മൾ ജീവിക്കണം. നമുക്ക് നമുക്ക് എന്താണ് നമുക്ക് ഇഷ്ടമുള്ളൊരു ആഹാരം ഇപ്പോൾ നമ്മുടെ അമ്മമാരുടെ കാര്യം അല്ലെങ്കിൽ നമ്മുടെ സ്ത്രീകളുടെ കാര്യം തന്നെ എടുക്കാം. അവരെന്താ ചെയ്യുക? വീട്ടിൽ ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും ഒക്കെ ആഗ്രഹത്തിനൊത്ത് സ്വന്തം ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും ഒക്കെ മാറ്റി വയ്ക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ടാകാം. ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ എല്ലാമൊക്കെ പഠിച്ച് മനസ്സിലാക്കി വന്നപ്പോൾ ഞാൻ ഒരുപാട് മാറി. അപ്പോൾ എന്താണ്, നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിച്ചെടുക്കണം. നമുക്ക് എന്താണോ ചെയ്യാൻ തോന്നുന്നത് അതൊക്കെ കഴിക്കണം. ചെയ്യാൻ തോന്നുന്നത് ചെയ്യണം, കഴിക്കാൻ തോന്നുന്നത് കഴിക്കണം. നമുക്ക് നല്ല ഡ്രസ്സ് ഇടാൻ തോന്നുമ്പോൾ ആ ഡ്രസ്സിലിടണം. എന്താണോ നമ്മളുടെ ഹാപ്പിനെസ് ഫീൽ ചെയ്യുന്നത് അത് നമുക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഡിസ്പ്ലേയിൽ ഒരു ഡ്രസ്സ് കാണുകയാണ്. അപ്പോൾ നമ്മൾ ആ ഡ്രസ്സ് വാങ്ങിയാൽ കൊള്ളാമല്ലേ? അപ്പോൾ നമുക്കത് വാങ്ങണമെന്ന് തോന്നി കേട്ടോ. തോന്നിയിട്ട് നമ്മളത് വാങ്ങാതിരിക്കുമ്പോഴേ നമ്മുടെ സെൽഫിനെ നമ്മൾ വേദനിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പിന്നീട് ഒരു അവസരം കിട്ടുമ്പോൾ ആ ഡ്രസ്സ് പോയി ഒന്ന് നോക്കി അത് വാങ്ങാൻ പറ്റിയില്ലെങ്കിലും അതിനെ ഒന്ന് തലോടി ഒന്ന് കണ്ട് രസിച്ച് വരുമ്പോൾ ഇപ്പോൾ വേണ്ട, പിന്നീട് എന്തായാലും നല്ല രസമുണ്ട്, എന്നെക്കൊണ്ട് പിന്നീട് വാങ്ങാം എന്നുള്ളൊരു തോന്നലൊക്കെ നിങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മളെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടം നമുക്ക് ഇങ്ങനെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും കാണുമ്പോൾ അതിൻ്റെ ഭംഗി ആസ്വദിക്കാനൊക്കെ തോന്നും. അപ്പോൾ അതൊക്കെ നിന്നൊന്ന് ആസ്വദിച്ച് നിങ്ങളുടെ സെൽഫിനെ നിങ്ങൾ സ്നേഹിക്കണം കേട്ടോ. ചില ആൾക്കാരുണ്ട്, എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്. എന്താണ്, ഞാൻ കാരണം ഇനി യാതൊരു പ്രോബ്ലം ഉണ്ടാക്കണ്ട, ഞാൻ എല്ലാത്തിൽ നിന്നും അങ്ങ് മാറിക്കൊടുക്കാം എന്ന് പറഞ്ഞ് സ്വയം ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണെന്നേ ഞാൻ പറയുള്ളൂ. സെൽഫ് ലവ്. നമ്മളെ തന്നെ സ്നേഹിക്കണം കേട്ടോ. മറ്റാർക്കും വേണ്ടിയല്ല നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. നമ്മൾ ആരുടെയും കൂടെ അല്ല വന്നത്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ ഇവർ ആരെയും കൂടെ കൊണ്ടുപോകുന്നതുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് വേണ്ടി ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ജീവിക്കാൻ കിട്ടിയ വളരെ കുറച്ച് നിമിഷങ്ങളേ ഉള്ളൂ കേട്ടോ. ആ നിമിഷങ്ങളിൽ ഏറ്റവും സന്തോഷമായിട്ട് സുഖകരമായിട്ട് എല്ലാവരോടും സ്നേഹിച്ചും ക്ഷമയോടുകൂടിയൊക്കെ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. അപ്പോൾ എല്ലാവരും എന്താണ്, സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുമല്ലേ? സ്വയം നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളെ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്വയം സൗന്ദര്യത്തിൽ നിങ്ങൾ സന്തോഷം കണ്ടെത്താറുണ്ടോ? അപ്പോൾ നിങ്ങൾ രാവിലെയൊക്കെ എഴുന്നേറ്റിട്ട് മിററിൽ നോക്കിയിട്ട് ഐ ആം വെരി ഹാപ്പി, ഐ ആം വെരി ഹാൻസം, ഐ ആം വെരി ബ്യൂട്ടിഫുൾ എന്ന് പറയാനുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് വേണം. എല്ലാ ദിവസവും നിങ്ങൾ ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. രാവിലെ എണീറ്റിട്ട് മിററിലൊന്ന് നോക്കിയിട്ട് എന്നെ കാണാൻ എന്ത് നല്ല ഭംഗിയാണ്, ഞാൻ എന്താ ആക്റ്റീവാണ്, ഇന്നത്തെ ഈ ഡേ ഫുൾ ഞാൻ നല്ല ആക്റ്റീവായിരിക്കും, ടുഡേ ഈസ് ദ ബെസ്റ്റ് ഡേ, അല്ലെങ്കിൽ ഗോഡ് ഈസ് ഓൾവേസ് വിത്ത് മീ, ഞാൻ ഇന്ന് ഞാൻ വളരെ ഗ്രേറ്റ് ആണ്, ഞാൻ വളരെ ഹാപ്പിയാണ് എന്നുള്ളൊരു അഫർമേഷൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കി നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റം വരാനൊക്കെ ആഗ്രഹിക്കുന്നുള്ളവർ നമ്മുടെ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യുക. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ലിങ്കും ഫോൺ നമ്പറും ഒക്കെ ഉണ്ട്, കോൺടാക്റ്റ് ചെയ്യണം. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഷെയർ ചെയ്യണം കേട്ടോ. കുറേ നല്ല നല്ല കാര്യങ്ങൾ നമ്മളിങ്ങനെ ഡെയിലി ഷെയർ ചെയ്ത് പോകും. ഇതൊക്കെ നമുക്ക് ലൈഫിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കണം, അതാണ് വേണ്ടത്. വീഡിയോ വെറുതെ കണ്ടു പോകുന്നതിലല്ല കാര്യം. നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്ന ഒരു ചെറിയൊരു സ്പാർക്കെങ്കിലും ഓരോ വീഡിയോ നിങ്ങൾക്ക് കിട്ടും, അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങളത് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുമല്ലോ. നിങ്ങൾ ശ്രമിക്കും എന്ന വിശ്വാസത്തോടെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ദിവ്യ സജിത്ത് ഫ്രം ദിവൂസ് ഹാപ്പിനെസ് ഹബ്.